മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായിരിക്കുന്നു. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തു. VN വാസവൻ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യും. രജിസ്ട്രേഷൻ വകുപ്പാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്, ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെ എന്നുള്ളതാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, നേരത്തെ സൂചിപ്പിച്ചനുസരിച്ച് ഈ രാജിവെച്ച മന്ത്രിമാരുടെ വകുപ്പുകൾ തന്നെയായിരിക്കും പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ്. മാറ്റങ്ങൾ എങ്ങനെയാണ്? എന്തുകൊണ്ട് മാറ്റങ്ങൾ? ഔദ്യോഗികമായുള്ള ഒരു അറിയിപ്പ്, അതായത് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. എന്നിരുന്നാലും CPM തുറമുഖ വകുപ്പ് ഏറ്റെടുത്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. രജിസ്ട്രേഷൻ വകുപ്പായിരിക്കും എങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക. ഏതായാലും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെയായിരിക്കും. നേരത്തെ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് അത് ഗണേഷ് കുമാറിന് തന്നെ ലഭിക്കും. സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് ലഭിക്കില്ല എന്നത് ഉച്ചയോടെ തന്നെ വ്യക്തമായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിലൊരു വ്യക്തത വന്നതാണ്. പക്ഷേ ഈ തുറമുഖ വകുപ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കായിരുന്നു. ഇത്തവണ വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാമത്തെ ടേമിൽ, അതായത് 2.5 വർഷത്തെ കാലാവധിയിലേക്ക് മന്ത്രിയാകുമ്പോൾ ആ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നമ്മളിപ്പോൾ ഔദ്യോഗികമായി ബന്ധപ്പെടുമ്പോഴും അതിലൊരു, അതായത് സർക്കാരിൻ്റെ ഒരു ഉത്തരവിറങ്ങി അത് രാജ്ഭവന് കൈമാറിയതായുള്ള ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ലെങ്കിലും അത്തരം സൂചനകൾ ലഭിക്കുന്നു. വകുപ്പുകളിൽ ഉണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ വകുപ്പ്, നേരത്തെ VN വാസവൻ്റെ കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കും. തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കില്ല എന്ന വിവരങ്ങളും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റ് വകുപ്പുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനകൾ ഉച്ചയോടെ തന്നെ വ്യക്തമായിരുന്നു. കാരണം CPM കൈകാര്യം ചെയ്ത മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ കാര്യമായ അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകില്ല. നേരിയ ചില വകുപ്പുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ സത്യപ്രതിജ്ഞ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നതാണ്. അതായത് ചില വകുപ്പുകളിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ഇത്തരത്തിലുള്ള മാറ്റമായി മാറുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഈ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമാണോ ഉള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ പ്രശാന്ത്? നേരത്തെ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഈ പുരാവസ്തു വകുപ്പ്, മ്യൂസിയം വകുപ്പ് അഹമ്മദ് ദേവർകോവിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഈ വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തന്നെ ആകാനാണ് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് ഔദ്യോഗികമായ ഗസറ്റ് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഒരു കൃത്യമായൊരു ചിത്രം ലഭ്യമാകൂ. കാരണം മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായും വിവേചനാധികാരമാണ് ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പുകൾ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിനായി നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ന് വൈകിട്ടോടെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. ഏതായാലും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ച ചടങ്ങ് ഭരണകക്ഷി മാത്രമാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്.